അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ഒരു പച്ച നിറത്തിലുള്ള ബുള്ളറ്റിൽ യാത്രക്കാരൻ കടന്നുപോയത്. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. ബുള്ളറ്റിന്റെ നമ്പർ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിരുന്നു. ബുള്ളറ്റ് ഓടിച്ചയാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല. വാഹന നമ്പറിൽ നിന്നും ഉടമയുടെ മേൽവിലാസം മനസ്സിലാക്കിയ ശേഷം മോട്ടോർ വാഹന വകുപ്പ് ബുള്ളറ്റ് യാത്രക്കാരന് പിഴ അടയ്ക്കാനുള്ള ഓൺലൈൻ ചെലാൻ അയച്ചു. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ? പിഴ അടയ്ക്കാനുള്ള ചെലാനുമായി അടൂർ ജോയിന്റ് RTO ഓഫീസിലെത്തിയത്. നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട, നേരെ കാര്യത്തിലോട്ട് വാ. പക്ഷേ ചുവന്ന നിറത്തിലുള്ള ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആൾ ചെലാനിൽ കാണിച്ചിരിക്കുന്ന സമയത്തോ ദിവസമോ താൻ പ്രസ്തുത സ്ഥലത്തു കൂടി ബുള്ളറ്റിൽ പോയിട്ടേ ഇല്ലെന്ന് ചുവന്ന നിറത്തിലുള്ള ബുള്ളറ്റിന്റെ ഉടമ അറിയിച്ചു. കൺഫ്യൂഷൻ ആയല്ലോ. അതായത് ഒരേ നമ്പറിൽ പച്ച നിറത്തിലും ചുമന്ന നിറത്തിലുമുള്ള ബുള്ളറ്റ്. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പുണ്ടായിരുന്നു തങ്ങൾ വാഹന പരിശോധനയ്ക്കിടെ കണ്ടത് പച്ച ബുള്ളറ്റ് ആയിരുന്നുവെന്ന്. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ